പറഞ്ഞ ഹല്ലേലൂയ. വചനം നിങ്ങൾ പേപ്പർ പേനയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അച്ഛൻ നൽകുന്ന വചനം പ്രത്യേകം എഴുതിയെടുത്തോണം. വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ വചനങ്ങൾ തരികയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള വചനമാണ്. അത് എഴുതിയെടുക്കാൻ തയ്യാറാകാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കാം. യെശയ്യാ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 56-ാമത്തെ അധ്യായത്തിൽ വലിയൊരു വചനമാണ്. അതായത് നമ്മുടെ കർത്താവിൻ്റെ വചനം വരുമ്പോൾ, കർത്താവിൻ്റെ വചനം എളിമയുള്ള ഹൃദയത്തിലേക്കാണ്. കർത്താവിൻ്റെ വചനം ആ എളിമയുള്ള ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വലിയ വചനമാണിത്. 56-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള 12 വരെയുള്ള വചനങ്ങൾ. 57-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വചനമുണ്ട്. അത്യുന്നതനും മഹത്വപൂർണ്ണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 3:18-19 വചനമുണ്ട്. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനയമുള്ളവനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തരും. 1 പത്രോസ് 5:6-7 വചനമുണ്ട്. കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. മത്തായിയുടെ സുവിശേഷം 11:25-26 വചനമുണ്ട്. പിതാവേ, നീ ഇവ ജ്ഞാനികളിൽ ബുദ്ധിമാന്മാരെന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ലൂക്കാ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ഉണ്ട്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുകയും ചെയ്യും. ലൂക്കാ സുവിശേഷം 1:46-56 വരെയുള്ള വചനമുണ്ട്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ ദാസിയിൽ താഴ്മയെ കടാക്ഷിച്ചു. ഇതാ ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടണമെങ്കിൽ, കൃപ കിട്ടണമെങ്കിൽ, അഭിഷേകം കിട്ടണമെങ്കിൽ നല്ല എളിമ വേണം. എളിമയെന്ന് പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുള്ളൂ. എളിമപ്പെടണം, നന്നായിട്ട് എളിമയെന്ന് പുണ്യം നിറയുമ്പോഴാണ് ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയപ്പെടുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ 50:30-31 വചനമുണ്ട്. അഹങ്കാരി, ഞാൻ നിനക്ക് എതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല. അവൻ നഗരത്തിനെ തീ വെക്കും, ആ ചുറ്റുമുള്ളവയെ വിഴുങ്ങും എന്ന് പറയാം. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഗലാത്യ 6:7 ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റിയല്ല. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ നമുക്കൊരിക്കലും കബളിപ്പിക്കാനായിട്ട് ഒന്നും സാധ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഹൃദയങ്ങളും മനസ്സിൻ്റെ ചിന്തകളും വിചാരങ്ങളും മുഴുവൻ അറിയുന്ന ദൈവമാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:7-9 വരെ പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന് എല്ലാം അറിയാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 10:7-9 വരെയുള്ള വചനം, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ഇപ്പം അഹങ്കാരം എന്ന സ്പിരിറ്റൊക്കെ പറയും. ശ്രദ്ധ ഹല്ലേലൂയ. അഹങ്കാരം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകപ്പെടില്ല, ബ്ലോക്ക് ചെയ്യപ്പെടും. ലൂക്കാ സുവിശേഷം 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. എളിമപ്പെട്ട് നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ. അതുപോലെ തന്നെ വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എളിമയും വിശുദ്ധിയുമുള്ള ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ വചനം അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുക. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വചനം, അത് എളിമയുള്ള ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുക. വേറെ ഒരു അതുപോലെ വിശുദ്ധി വേണം. അത് മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. റോമാലേഖനം 12:1-3 വരെയുള്ള വചനം, ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് സമർപ്പിക്കും. അതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. 1 തെസ്സലോനിക്കർ 4:3-7-8 വചനങ്ങൾ, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗ്ഗതയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം.
അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6:17 മുതൽ 17, 18, 19 വചനമുണ്ട്. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് വചനം. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള 12 മുതൽ 14 വരെയുള്ള വചനം പറയുന്നുണ്ട്. ഹെബ്രായ 12 മുതൽ 14, 15, 16 വചനം. അതായത് എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധിയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ കർത്താവിനെ അറിയാൻ പറ്റുള്ളൂ. അതാണ് റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വചനം. അതായത് ഇതിപ്പോൾ രക്ഷയുടെ നാളുകൾ അടുത്തെത്തിക്കുക. അതുകൊണ്ട് രാത്രി കഴിയാറായി പകൽ സമീപിച്ച് നമുക്ക് അന്ധകാരത്തിന് പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനം. വലിയൊരു വചനം. ഈശോ ലഗിയോൺ ബാധിച്ച ഒരുവൻ്റെ ലഗിയോൺ അവനെ ബഹിഷ്കരിക്കുന്ന സംഭവം. ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ ഈ ലഗിയോൺ ബാധിച്ച ആ ആള് തിന്മയുടെ ശക്തി വിട്ടുപോകും. 2000-ലധികം പന്നികളിൽ പോയിട്ട് പ്രവേശിക്കുക, സ്പിരിറ്റ് വിട്ടുപോകുക. ഈ ശരിക്കും നിങ്ങൾക്കറിയാം, ഈ ദിവസങ്ങൾ അച്ഛനെ ഇവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണിച്ചത് ചില ആളുകൾ നമ്മൾ തൊടുവൊന്നും വേണ്ട, നമ്മൾ തല കൈ പോലും വെക്കേണ്ട കാര്യമില്ല, ഈ സ്പിരിറ്റ് ആളിന്ന് വിട്ടുപോകും. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ 1000, 2000, 5000, 10000 സ്പിരിറ്റുകൾ വിട്ടുപോകും. ഈ സ്പിരിറ്റ് വിട്ടുപോയി കഴിയുമ്പോഴാണ് ആൾ വിടുതൽ, ആൾ കണ്ണു തെളിയും, ബോധം തെളിയുന്ന കാണാം ഒത്തിരി മക്കൾ. അപ്പോൾ ഇതിങ്ങനെ ഈവിൾ സ്പിരിറ്റ് വിട്ടുപോകും. ഈ സ്പിരിറ്റ് പോകാതെ ഈ സ്പിരിറ്റുള്ളിൽ കിടന്നാൽ ആളെ രോഗിയാക്കും, ആളുടെ ജോലിയെ ബ്ലോക്ക് ചെയ്യും, ആളുടെ ബിസിനസ്സിനെ തകർക്കും, ആത്മീയ ജീവിതം തകർക്കും, പ്രാർത്ഥന തകർക്കും, എല്ലാം കളയും. പ്രിസലോഷ്. ചിലപ്പോൾ ആൾ ആത്മഹത്യ പോലും ചെയ്തു പോയെന്ന് വരും. പ്രിസലോഷ്. സ്പിരിറ്റ് ചിലതിന് ഈ സ്പിരിറ്റ് കയറി. അപ്പോൾ ഇത് ഒരുപാട് മക്കളിൽ സ്പിരിറ്റുകളുണ്ട്. ഒത്തിരി മക്കളിൽ ഈ പൈശാചിക അരൂപികൾ ഇരിക്കുകയാണ്. ഈ അരൂപിയെ ബഹിഷ്കരിക്കണമെങ്കിൽ ഒരിക്കലും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പഠനം കൊണ്ടോ ഒന്നും ഈ സ്പിരിറ്റുകൾ ഒരിക്കലും പോയില്ല. വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് എ തിങ്, ബട്ട് വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് എ സ്പിരിറ്റ്. ഈ സ്പിരിറ്റാണ് പ്രവർത്തിക്കുന്നത്. 3 സ്പിരിറ്റുകളാണ്. പൈശാചിക ശക്തികൾ പോലും ഉണ്ട്. അപ്പോൾ ചില സ്ലെയിൻ സ്പിരിറ്റ് ഉണ്ട്. ഇപ്പോൾ എന്നുള്ള ചില സ്ലെയിൻ സ്പിരിറ്റാണ്. അതിങ്ങനെ ഈ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പിലൊക്കെ പോയി കൂടിക്കഴിയുമ്പോഴേക്ക് ആ സ്പിരിറ്റ് വന്ന് കയറും. അപ്പോൾ അത് സ്ലെയിൻ സ്പിരിറ്റാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് അതൊരു പൈശാചിക ശക്തി. അതുവരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരൊരു പ്രത്യേക പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് തോന്നും. പക്ഷേ സ്ലെയിൻ സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് ആളിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ആൾ ഭയങ്കര രോഗബന്ധനമാണ്. ഒത്തിരി കുടുംബങ്ങൾ ഈ സ്പിരിറ്റുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ കർത്താവ് കൃപാഭിഷേക ശുശ്രൂഷ അണക്കര നടത്തപ്പെടുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ മൊത്തം ആളുകൾ ഇതങ്ങ് പോകും. ഈ സ്പിരിറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴാണ് ആളുകൾക്ക് വിടുതൽ കിട്ടുന്നത് കാണാം. ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അപ്പോഴാണ് തെറ്റായ ബന്ധങ്ങളൊക്കെ വിട്ടുപോകും. ജഡിക പാപങ്ങളൊക്കെ, വ്യഭിചാര ബന്ധങ്ങൾ പോകും. അപ്പോൾ ഈ പ്രേമബന്ധം അതെല്ലാം ഈ സ്പിരിറ്റാണ്. മൊത്തം സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് കയറി പിടിക്കുന്നത്. അതുകൊണ്ട് അതും നിലനിൽക്കത്തില്ല. അതൊക്കെ ഇച്ച കഴിയുമ്പോൾ മുഴുവൻ പൊട്ടി തകർന്ന് മുഴുവൻ പോകും. അപ്പോൾ ഇതും കൂടി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ ബഹിഷ്കരിക്കാൻ പറ്റുള്ളൂ. ലോകം മുഴുവനും അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:18, 19 പറഞ്ഞിട്ട് ലോകം മുഴുവനും ദുഷ്ടാരൂപിയുടെ വലയത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. ലോകം മുഴുവൻ തന്നെ കൊച്ചു കുട്ടികളിൽ പോലും കാണാൻ പറ്റും. കൊച്ചു കുട്ടികൾ കഥ ഇത് സ്പിരിറ്റാണ്. ചിലപ്പോൾ ഒരു കുട്ടി നമുക്ക് 10,000, 10,000 ഒരുമിച്ച് പോകുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്കത് ആത്മാവിൻ്റെ വിവേചന വരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതായത് 1 കൊരിന്ത്യർ 12, 8, 9, 10 ആ ഒരു ഗിഫ്റ്റ് കിട്ടണം. അത് ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ള വരം. അതുപോലെ 1 യോഹന്നാൻ 4, 1 തൊട്ട് 3 വരെയുള്ള വചനം, അത് ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ള വരം. അത് റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. അപ്പോൾ ആരെയും വിധിക്കരുത്. ജഡ്ജ്മെൻ്റ് നടത്തരുത്. ജഡ്ജ്മെൻ്റ് എല്ലാം പ്യൂർലി ഇൻ്റലക്ച്വലാണ്. ജഡ്ജ്മെൻറ്റും ഡിസൈൻമെൻറ്റും രണ്ടും. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഒരാളെ നോക്കിക്കൊണ്ട് നമ്മളെടുത്ത് വിലയിരുത്തില്ല. അത് ഭൗതികമാണ്, മാനസികമാണ്, ജഡികമാണ്. അതുകൊണ്ട് ഒരിക്കലും കണ്ടുപിടിക്കും. ഡിസൈൻമെന്റ് അത് അരൂപി പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് ഡിസൈൻമെന്റ്. ഒരു സംഭവം കാണുമ്പോൾ ഇന്ന സ്പിരിറ്റ് ഇന്ന കാര്യം ഇന്ന സംഭവിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഒത്തിരി പേര് വന്നപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. ഡിസൈൻമെന്റ് ഇഷ്ടത്തിൽ ഇന്ന സംഭവം, ഇന്ന സ്പിരിറ്റ്, ഇന്ന സംഭവം, ഇന്ന കൃത്യം കിട്ടും. അത് ആത്മാവ് തീർന്ന ജ്ഞാനത്തിന്റെ ആത്മാവാണ്. ഈ ജ്ഞാനത്തിന്റെ ആത്മാവ് നിറയാതെ ഒരു രക്ഷയില്ല. അതായത് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം നിങ്ങൾ ധ്യാനിക്കണം. 9-ാം അധ്യായം എന്നും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. പ്രൈസ്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം എന്നും വായിച്ചുകൊണ്ട് ജ്ഞാനം കിട്ടും. അതുപോലെ ഈ ദൈവിക ജ്ഞാനം കൊണ്ട് നിങ്ങളറിയാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുക. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനത്തിന്റെ ആത്മാവ് നിങ്ങളറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ശരി, അതാണ് ശരി, ഇത് ശരി എന്ന് കേട്ടു. പക്ഷേ ഇതിനകത്ത് സ്പിരിറ്റ് പ്രവർത്തി ലോകം മുഴുവൻ. അപ്പോൾ ഈ ആളുകൾ തലേ കഴിക്കുമ്പോൾ കാണും ഇഷ്ടം പോലെ ആളുകൾ തിന്മയുടെ അരൂപികൾ വിട്ടുപോകുന്ന കാണാൻ പറ്റും. അത് ജഡിക പാപം, വ്യഭിചാര ദുർബോധമാണ് ഏറ്റവും കൂടുതൽ. ലോകം മുഴുവനുള്ള വ്യഭിചാര ദുർബോധം. ഹോസിയ 5:4 പറയുന്നുണ്ട്, വ്യഭിചാരത്തിന് ദുർബോധം അവർ കുടികൊള്ളുന്നു. വ്യഭിചാര ദുർബോധം അതുകൊണ്ടുള്ളതാണ് സ്വയം സ്വർഗരതിയെ അല്ലെങ്കിൽ ബ്ലൂ ഫിലിമിനോട് താല്പര്യം, ജഡിക
സാധ്യതകൾ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ അൺകൺട്രോൾ ആയിട്ടൊരു സ്പിരിറ്റ് കയറി പിടിക്കണം. ഈ സ്പിരിറ്റ് കയറി പിടിച്ച പിന്നെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വചനം കേൾക്കാനോ സുവിശേഷം കേൾക്കാനോ യേശുവിലേക്ക് വരാനോ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആൾ ഭയങ്കരമായിട്ട് കുറ്റം, ഇങ്ങനെ നാവ് കൊണ്ട് ഒത്തിരി തെറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നാവ് കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നാവ് കൊണ്ട് ഒരു കുറ്റം പറയും, പരദൂഷണം പറയും, വിമർശിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും വലിയ ബന്ധനം എന്താണ്? ബുദ്ധിയിലെ അന്ധകാരം, ഭൗതിക ബന്ധം. അത് പഠനങ്ങളുടെ വായനയിലൂടെ കേൾവിയിലൂടെ ഒക്കെ വരുന്നതാണ്. നമ്മൾ വായിക്കുന്ന ചില മേഖലകളിലൂടെയൊക്കെ ഈ സ്പിരിറ്റ് കയറി വരും. ആ സ്പിരിറ്റ് കയറി, അതാണ് 2 കൊരിന്ത്യർ 4:4. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എഫെസോസ് ലേഖനം 4:17-19 വരെ, അതായത് ഈ ലോകത്തിന്, അതായത് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിന്റെ ജീവൻ ഇന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. അവരെല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തിലും, അത് സ്പിരിറ്റാണ്. ഈ ബുദ്ധിയിലെ അന്ധകാരത്തിലൂടെ സ്പിരിറ്റ് കയറിക്കുമ്പോൾ അതോടെ ഈ ഭോഗാസക്തിക്ക് വിട്ടു. ഭക്ഷണാസക്തി ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ജഡികാസക്തി കൂടുതലായിരിക്കും, ധനാസക്തി കൂടുതലായിരിക്കും. ധനാസക്തി സ്പിരിറ്റാണത്, ഒരു പൈശാചിക ശക്തിയാണ്. അത് കയറി കഴിഞ്ഞാൽ അതാ വളരെ നശിപ്പിച്ച് തകർത്തുകളെന്ന് ഒരു ഭയങ്കര പൈശാചികയാണ് ഈ ധനമോഹം. അത് കൊളോസ്യസ് 3:5 പറയുന്ന വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഇത് കയറി കഴിഞ്ഞാൽ, അതായത് 1 തിമോത്തി 6:10, അതായത് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹമാണ് എല്ലാ തിന്മ. ഇത് കയറി കടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അഭിഷേകം മുഴുവൻ പോകും, പിന്നെ ക്രമം മൊത്തം പോകും. ആത്മാവിനെ പോലും അത് കൊന്നുകളയത്, നശിപ്പിച്ച് കളയുന്ന സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റിൽ ലോകരാജ്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് ശക്തമായിട്ട് ഇത് ആളുകൾ പോകുന്ന കാണാൻ പറ്റും. 100 മക്കളിൽ വിട്ട് ചിലർ ഇത് പോകാതെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ പോകാതെ നിൽക്കുന്ന വെച്ചാൽ അവർ വചനം കേൾക്കാത്തതുകൊണ്ടാണ്, അവർ വചനം കേൾക്കാത്തതുകൊണ്ട്, അവർ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, അവർ ദൈവത്തെ വിളിക്കാത്തതുകൊണ്ടാണ്, അവർ എളുപ്പപ്പെടാത്തതുകൊണ്ടാണ്, അവർ കരുണിക്കാത്ത, അവർ എളുപ്പപ്പെടും, അഹങ്കാരമുണ്ട്. അവർ ചിലപ്പോൾ ലൂസിഫർ സ്പിരിറ്റ് കയറി പിടിക്കും. ഈ കൗശലശാലിയായ സർപ്പം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വചനം. അതുപോലെ തന്നെ എഫെസോസ് ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. അതായത് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, ഈ അരൂപികൾ വന്ന് പ്രവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. ചിലത് കൃഷിയിടങ്ങളൊക്കെ പിടിക്കും, കൃഷികളൊക്കെ നശിച്ചു പോകുന്ന കാണാൻ പറ്റും. അത് വളർത്തു മൃഗങ്ങളെ പിടിക്കും, അത് നശിച്ചു പോകുന്ന കാണാൻ പറ്റും. നമ്മുടെ വീടിനെ കയറി പിടിക്കും, വീട് തകർന്നു പോകുന്ന കാണാൻ പറ്റും. കുടുംബജീവിതങ്ങളെ, ഭാര്യ ഭർത്താവിനെ കയറി പിടിക്കുന്നത്. അപ്പോൾ ഇത് കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്മയുടെ പിന്നെ നല്ല കുട്ടികളെ പോലും പിടിക്കുന്ന കാണാൻ പറ്റും. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തകർന്നു പോകും. ആത്മീയ ജീവിതവും അഭിഷേകവും എല്ലാം പോകും. പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നില്ല, കുമ്പസാരിക്കാൻ തോന്നില്ല, നമുക്ക് അനുദമിക്കാൻ തോന്നിയില്ല, നമുക്ക് ആരെ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മൾ ഭയങ്കര ഒരു പ്രത്യേക ലോകത്തേക്ക് മാറിപ്പോകുന്ന കാണാൻ പറ്റും. ഭയങ്കര ഐസൊലേറ്റഡ് ആയി പോകുന്നതാണ്. ആ സ്പിരിറ്റ് കൊണ്ടുപോകുന്നതാണ്. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പം ഇത് മാറണമെങ്കിൽ വചനം ഭക്ഷിക്കണം. വചനം കൊണ്ട് നിറയാതെ പറ്റരുത്. വചനം വായിച്ചുകൊണ്ടിരിക്കുക, വചനത്തിൽ ആഴപ്പെടുക. അതായത് യോഹന്നാൻ സുവിശേഷം 6:63 എഴുതുക. യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവ് ജീവനുമാണ്. അതായത് നമുക്ക് അപ്പോസ്തലപ്രവർത്തനം 2:1-3 അഭിഷേകം നമുക്കുണ്ടാകണം. അതായത് നമ്മളിൽ യഥാർത്ഥ പെന്തക്കോസ്ത് നടക്കണം, യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിറയണം. ആ ആത്മാവ് നിറഞ്ഞ് കവി, അല്ലെങ്കിൽ മറ്റു സ്പിരിറ്റ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മ അഭിഷേകം ശരിക്കും കിട്ടണം. കാരണം ക്രിസ്തുവിൻ്റെ ആത്മാവ് കൃപയെ കൃപ കിട്ടണം. കാരണം കൃപ ഇതാണ്. അതാണ് യോഹന്നാൻ 1:18-19, യേശുക്രിസ്തുവിലൂടെ കൃപയും സത്യവുമുണ്ട്, യേശുവിലായിരിക്കും കൃപയാണ് കിട്ടുന്നത്. എഫെസോസ് 2:8-9 വചനമുണ്ട്. വിശ്വാസം വഴി കൃപ കിട്ടുന്ന അവസ്ഥയാണ്. ഈ കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. കൃപ കിട്ടിയ പിന്നെ ആളെ തിന്മയുടെ ശക്തിക്ക് ഉപദ്രവിക്കാൻ പറ്റത്തില്ല. കൃപ കിട്ടാത്ത ഒരു വ്യക്തിയെ സാത്താൻ്റെ ശക്തി അടിച്ച് തകർത്തുകളെ. എത്ര മിടുക്കുക, എത്ര എന്തെല്ലാം കഴിവ്, എന്തെല്ലാം ബുദ്ധി, അതൊരു തിന്മയുടെ ബന്ധനമാണ്. അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പള്ളിയോട് എല്ലാത്തിനും ഒരു അകൽച്ച, അശുദ്ധി കയറി പിടിക്കുന്ന കാണാൻ പറ്റും, നിരാശ കയറുന്നതാണ്. അപ്പോൾ യേശുവിനെ അറിയാത്തതുകൊണ്ടാണ്. അപ്പോഴാണ് ഈ അന്ധവിശ്വാസങ്ങൾ വഴിയില്ല, അതെല്ലാം സ്പിരിറ്റുകളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയില്ല, നമ്മൾ തമാശയായിട്ട് കാണും. പക്ഷെ അതൊക്കെ പൈശാചക്തി അത് തമാശാക്കും. അത് അവൻ സാത്താൻ്റെ പ്രവർത്തനം അതാണ്. സാത്താൻ എപ്പോഴും കബളിപ്പിക്കും, കള്ളനാണവൻ, നുണയനാണെന്നവൻ. യോഹന്നാൻ 8:44, അവൻ ആദ്യം മുതലേ കൊലപാതകയാണ്, അവൻ നുണയുടെ പിതാവുമാണ്. അവൻ നുണയുടെ പിതാവ്. അവർ നുണയായ കാര്യങ്ങളും പഠിപ്പിക്കും, നുണയായിട്ടുള്ള കാര്യം പറയാം. അവൻ പറയാം അതങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല, ഇതിങ്ങനത്തെ കുഴപ്പമില്ല, അത് സാരമില്ല, നല്ലതാണ്, എല്ലാത്തിനും നമുക്ക് അത് വേണ്ടതല്ലേ, ഇതൊക്കെ പറഞ്ഞാൽ ചെയ്യത്. പക്ഷെ അത് മുഴുവൻ കള്ളനാണ്. അവൻ പച്ച കള്ളനാണ്. അതാണ് യോഹന്നാൻ 10:9-10, കള്ളം വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. അപ്പം നമുക്കറിയാം, അണക്കര ശുശ്രൂഷ നടക്കുമ്പോൾ ആളുകൾ തലയ്ക്ക് വെച്ചുകൊണ്ട് ഒരുപറ്റമാണ്. അത് ആരെന്നില്ല, തിന്മയുടെ ശക്തിയുള്ള ആളുകൾ അവർ അലറി വിളിച്ചുകൊണ്ട് പോകുന്ന കാണാൻ പറ്റും. അത് വലിയ വലിയ ആളുകളും തന്നെ, എല്ലാം അറിയാവുന്ന ആളുകളും തന്നെ, ആത്മീയ മക്കളിൽ നിന്ന് പോലും ഒരു സ്പിരിറ്റുകൾ ഇങ്ങനെ ഇഷ്ടംപോലെ പോകുന്നതാണ്. ആ പോയി കഴിയുമ്പോൾ അവർ എന്തോ ഒരു ആനന്ദം അറിയോ, അവർ ആഹ്ലാദിക്കുന്ന കാണാൻ, അവർ സന്തോഷിക്കുന്ന കാണാൻ പറ്റും, അവരുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നത് കാണാൻ പറ്റും, അവർ ദൈവത്തെ വിളിക്കുന്ന കാണാൻ പറ്റും. അവർ ഉടനെ തന്നെ മാറ്റം വരികയാണ്. അവരിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ അൺഇമാജിനബിൾ ചേഞ്ചാണ്. അതുകൊണ്ടാണ് അണക്കരയിലോട്ട് ഇതുപോലെ ജനം വരുന്നത്. അണക്കരയിലോട്ട് ഇന്ന് ഒരുപാട് ദൈവജനം, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. കാരണം ഈ വിടുതൽ കിട്ടാൻ വേണ്ടിയാണ്. യേശുവേ നന്ദി. ഈ ബന്ധനം ഒഴിഞ്ഞു പോകാൻ വേണ്ടി
തിന്മയുടെ ശക്തി വിട്ടുപോകണം. ഈ അരുവി വിട്ടുപോയില്ലെങ്കിൽ ആത്മാക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ തലമുറ, അതുകൊണ്ട് ജോലി, വിവാഹം, ഭാവി, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാത്തതൊക്കെയാണ് ബ്ലോക്ക് ചെയ്യും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും എന്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? എന്തിനേയും ബ്ലോക്ക് ചെയ്യും, എന്തിനും ചെയ്യാൻ പറ്റും. മനുഷ്യന്റെ ശരീരത്തിന് മുഴുവൻ പ്രവർത്തനങ്ങളെയും മരവിപ്പിക്കാൻ പറ്റും. മനുഷ്യന്റെ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും മരവിപ്പിക്കാൻ പറ്റും. പഠിക്കുന്ന കൊച്ചിന്റെ പഠിത്തം കളയാൻ പറ്റും. ബുദ്ധിയിൽ അന്ധകാരം എല്ലാം കയറ്റാൻ പറ്റും. കൊന്നുകളയാൻ പോലും പറ്റും. കൊല്ലാൻ പോലും പറ്റും. നശിപ്പിക്കാൻ പോലും പറ്റും. സർവ്വത്തിൽ യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് മാത്രം കൊടുക്കാൻ വേണ്ടി, ഈശോയ്ക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഒരിക്കൽ ഞാനൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ രൂപതയിൽ നിന്നൊരു ഫോൺ വന്നു എനിക്ക്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ എമർജൻസി കോൾ ഉണ്ട്, എത്ര എടുക്കണം. ഇപ്പോൾ ക്ലാസ്സിലേക്ക് നിർത്തിയപ്പോൾ എടുത്തപ്പോൾ മറ്റൊന്നുമല്ല, എൻ്റെ മൈ ഓൺ ബ്രദർ ഈസ് എ പ്രീസ്റ്റ്. എൻ്റെ അനുജനൊരു അച്ഛനാണ്, കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടവക അച്ഛൻ തന്നെയാണ്. അപ്പോൾ ആളെ ഇടവകയുടെ ഒരു വികാരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് കുർബാന ചൊല്ലിക്കൊണ്ട സമയത്ത് ആളൊന്ന് വീണു, തലയ്ക്കൊരു ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ആ ദിവസം സന്ദേശം ഉണ്ടായിരുന്നു, ഒരു തിന്മയുടെ ശക്തമാണ്, ഏതൊരു തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം വരുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ എന്നെ പറഞ്ഞു, സീരിയസ് ആണ്, തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ അറിയുന്നത്, അവിടെ വണ്ടി എടുത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ എനിക്കറിയുന്നു ആള് 99.9 ആള് മരിച്ചുപോയ അവസ്ഥയെത്തി. 99.9. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, ഒന്നും പേടിക്കണം, അവിടെ ചെല്ലും ബന്ധിക്കും. പ്രിസ്തലോഷ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും തന്നെ, എൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞ ആൾ മരിച്ചെന്നാണ്. എല്ലാവരും പറഞ്ഞു എല്ലാവരും മരിച്ചു. മൈ ഓൺ ബ്രദർ, മൈ ഓൺ യങ് ബ്രദർ. അപ്പോൾ ഞാനവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ICU കയറ്റില്ല. കാരണം ആള് ഉടനെ ഒരു മേജർ ഓപ്പറേഷൻ, ഹെഡ് തലച്ചോറും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തു. സാധ്യതയില്ല, ആള് കംപ്ലീറ്റ് 99.9. അപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോൾ എൻ്റെ ഉള്ളിൽ അന്നോ ഇതൊരു ഡിസേൺമെന്റ് പെട്ടെന്ന് ഇതൊരു സ്പിരിറ്റ് കയറി അടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അത് സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ ആത്മാവ്. അങ്ങനെയുണ്ടോ? മരണത്തിന്റെ ആത്മാവ്, മരിപ്പിക്കുന്ന ആത്മാവ്, ആളെ കൊല്ലുന്ന ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശു. അതാണ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ മരണങ്ങളൊന്നും മരണങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. അത് നടക്കേണ്ട ദൈവപദ്ധതിയിലുള്ളതല്ല, എല്ലാം ദൈവപദ്ധതിയിലുള്ള അല്ലത്. അത് സ്പിരിറ്റ് ഓഫ് ഡെത്ത് ലോകത്തുണ്ട്. മരണത്തിന്റെ ആത്മാവാണ്, മരണം വിതയ്ക്കുന്ന ആത്മാവാണ്. അപ്പൊ ഞാൻ ICU യൂണിറ്റ് കയറി. മൈ ബ്രദർ വാസ് ടോട്ടലി അൺകോൺഷ്യസ്. ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ച് കയറിയിട്ട് തലേക്ക് വെച്ച്, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മേലുള്ള മരണത്തിന്റെ ആത്മാവിനെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എനിക്ക് 1 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ ഒരു അവസരം തന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സീരിയസ് ആയ കേസാണ്. അപ്പം ഞാൻ 1 മിനിറ്റ് ഞാൻ ഇറങ്ങിപ്പോയി. മിറക്കിൾസ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുത്തില്ല, ഒരു 15-20 മിനിറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പോയ ആള് കംപ്ലീറ്റ് ജീവൻ തിരിച്ചു വന്നു. കംപ്ലീറ്റ് ജീവൻ തിരിച്ചു വന്നു. എൻ്റെ 6 കുപ്പിയോളം ബ്ലഡ് ചെവിയിൽ നിന്ന് പോയിട്ടുണ്ട്. ചെവിക്ക് തല പൊട്ടിയിട്ട് പോലും. സ്കള്ളിന് 2 ഇഞ്ചിൻ്റെ ഇതുണ്ട്. സ്കള്ള് പൊട്ടിയിട്ടുണ്ട് 2 ഇഞ്ച്, 2 ഇഞ്ചസ്. അത്ര. പക്ഷെ ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ miraculously തലച്ചോറ് the brain was perfectly normal. കംപ്ലീറ്റ് ഒരു കുഴപ്പമില്ല. ഓപ്പറേഷൻ മാറ്റി വെച്ചു, എല്ലാം നിർത്തി, എല്ലാം വിട്ടു, എല്ലാം കേസ്. ആൾ പുറത്തിറങ്ങി. ഇപ്പോൾ ആള് പൂന സെമിനാരിയിൽ MD ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് നടത്തുക. അത് ശരിക്കും എന്താ? അപ്പോൾ അവരറിയാം. അപ്പം എന്നോട് പറഞ്ഞു, ഇതൊരു സ്പിരിറ്റ് അടിക്കുക, ഇതുണ്ട്, ഇത് ലോകത്തുണ്ട്. ഈ സ്പിരിറ്റ് എന്ന് വെച്ചാൽ വലിയ സ്പിരിറ്റാണത്. മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ, കാണത്തില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കഴിവ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അഭിഷേകം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. വരം വേണം, വരം. അതാണ് യോഹന്നാൻ 6:65 ഉന്നതത്തിൽ നൽകപ്പെടുന്ന, അല്ലെങ്കിൽ പറയാണ് 6:65 പറയാണ്, എൻ്റെ പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ പിതാവിൽ നിന്ന് വരം കിട്ടും. ഇത് വരവാണ്. ഗ്രേസ്. തിന്മയുടെ ശക്തി കളയാൻ സംഭവമാണ്. വെരി ഡേഞ്ചറസ്. It's a killing spirit. കയ്യനെ പ്രവർത്തിച്ച് ഇന്ന് കുഞ്ഞുങ്ങളെ മുഴുവൻ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പിരിറ്റുകൾ. മുഴുവൻ തീർത്ത് കളഞ്ഞു. എവിടെ കൊണ്ട് വെച്ചാലും തീർത്ത്, ഏത് പൂരി പൂട്ടിയിട്ടാലും കയറി വരും. എവിടെ കൊണ്ടിട്ടാലും കയറി വരും. ഇവന് കയറി വരാൻ വഴികളുണ്ട്.
അവൻ ബുദ്ധിമാനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ബുദ്ധിയിലാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിയിൽ ആശ്രയിക്കുന്നവനെയാണ് അവൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയിൽ ആശ്രയിക്കുന്നവനാണ് അവൻ ഏറ്റവും കൂടുതൽ അവൻ കരുപ്പിടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറയും ഹല്ലേലൂയ. അപ്പം അതിന് വിടുതൽ കിട്ടണം. വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ബന്ധനം അഴിയുമ്പോഴാണ് ദേശത്തിന് വിടുതൽ കിട്ടുന്നത്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിചാരിച്ചന് ഇവിടുത്തെ ജോയിച്ചനോട് പറയുമായിരുന്നു, അച്ഛാ കഴിഞ്ഞ വർഷം അച്ഛൻ ഇവിടെ ശുശ്രൂഷ നടത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവിടെ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി കുടുംബങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് വ്യത്യാസം. അതിന് കാരണം ഡെലിവറൻസ് നടക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഡെലിവറൻസ് നടക്കുന്നു, വിടുതൽ കിട്ടും. ഇതില്ലാതെ വേറെ ഒരു ശുശ്രൂഷ നടത്തിയിട്ടും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ശുശ്രൂഷ നടത്തിയാലും ഡെലിവറൻസ് കിട്ടത്തില്ല. ഈ വിടുതലുണ്ടായില്ലെങ്കിൽ ആൾക്കാർക്ക് കൃപയിലേക്ക് വരാം. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തപ്പോൾ, അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തപ്പോൾ ആദ്യം കൊടുത്ത അധികാരം ലൂക്ക 9:1-2 അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേലെ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും കൊടുത്തു. അപ്പൊ ആദ്യം കൊടുക്കുന്ന പവർ കൊടുത്തു. അതായത് അത് അപ്പസ്തോലിക് ഗ്രേസ് ആണ്. ഇത് അപ്പസ്തോലിക് ഗ്രേസ് ആണ്. അത് സാധാരണ ഒരു സംഭവം. ഇത് അതുകൊണ്ടാണ് ഇത് വളരെയധികം ഗൗരവമേറിയ ശുശ്രൂഷ. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കെട്ടഴിഞ്ഞ് പോകുമ്പോൾ ഓട്ടിസമൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ സ്പിരിറ്റിന്റെ പ്രവർത്തനം. മുഴുവൻ സ്പിരിറ്റ്. അത് ഇത് വിട്ടുപോകുമ്പോൾ കാണാം. ഇപ്പോൾ ഒരു കൊച്ചിനൊക്കെ ഒട്ടിസുള്ള കൊച്ചിനൊക്കെ ഒരു 2-3 മണിക്കൂറൊക്കെ ബന്ധിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അഭിഷേകങ്ങൾ പ്രാർത്ഥിക്കും, ആ കംപ്ലീറ്റ് ആ കൊച്ച് സൗഖ്യപ്പെട്ട് തിരിച്ചു കയറി വരും. പ്രൈസ് ദി ലോർഡ്. കെട്ടഴിഞ്ഞഴിഞ്ഞ് ചങ്ങലയാണ്, വലിയ ചങ്ങലയാണ്. ഒരു 100 കണക്കിന് തിന്മയുടെ അരൂപികൾ കാണിക്കുന്നത് അവർ പോലും അറിയാം. എങ്ങനെ വന്നു പോലും അറിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണങ്ങളൊന്നാണ് അമ്മയുടെ ഉദരം വിശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഉദരം വിശുദ്ധിയുള്ളതായിരിക്കും. അമ്മയുടെ ശരീരം വിശുദ്ധിയുള്ളതായിരിക്കണം. അപ്പൻ്റെ ശരീരം വിശുദ്ധിയുള്ളതായിരിക്കും. മയക്കുമരുന്നും മദ്യവും കഞ്ചാവും മദ്യവും എല്ലാം കുടിച്ചിട്ട് അവസാനം പിന്നെ കുഞ്ഞു ജനിക്കുമ്പോൾ ആ സ്പിരിറ്റ്, ഈ സ്പിരിറ്റ് എല്ലാം കൂടി വേറെ സ്പിരിറ്റ്, ഒരു 1000 സ്പിരിറ്റ് വന്നിട്ട് ഈ ജനിക്കുന്ന കുഞ്ഞിനേക്ക് പകരാൻ സാധ്യതയുണ്ട്. അമ്മയുടെ ശരീരം വിശുദ്ധമായിരിക്കണം. ദേവാലയം പോലെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. താഴ്മയോടെ ദൈവത്തിന്റെ വചനം ഇത് സ്വീകരിക്കണം. കേട്ട വചനം സ്വീകരിക്കണം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2:13 പറയുന്ന പോലെ മർത്യരെ കർത്താവിന്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുകയും, നിശബ്ദം എന്ന് വെച്ചാൽ താഴ്മയോടെ, ഏറ്റവും താഴ്മയോടെ നിൽക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ കൃപയുടെ പ്രവർത്തനം നമുക്ക് അനുഭവിക്കുവാനും അനുഗ്രഹിക്കാനും പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3:6 പറഞ്ഞാൽ അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദി വെച്ച് അവരിന്ന് സ്നാനം സ്വീകരിച്ചു. പാപം കഴുകി മാറ്റപ്പെടണം. മുഴുവൻ തിന്മയും കഴുകി മാറ്റപ്പെടണം. അതാണ് 1 യോഹന്നാൻ 1:7-8 വചനമുണ്ട്. അവൻ്റെ രക്തത്താൽ നിനക്ക് പാപമോചനം കിട്ടുകയാണ്, വിശുദ്ധീകരിക്കുക. അവൻ തിരുരക്തം ഒഴുകപ്പെടണം. അത് യോഹന്നാൻ 19:34 പറയും. എഴുതി കൊടുത്തോളൂ. ഈ വചനമൊക്കെ എഴുതും. വചനം ഭയങ്കരമാണ്. വചനം കളഞ്ഞേക്കരുത്. വചനത്തിന്റെ ജീവൻ, വചന ശക്തിയാണ്. വചനം വാളാണത്. ഈ വാളാണ് ഇത് കിട്ടണം. Efesos 6:17 വചനമാകുന്ന വാൾ എടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിവില്ലായ്മ ഒത്തിരി ഉണ്ട്, തെറ്റായ പഠനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല വചനം വാളാണത്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ തുറന്നു കിട്ടണം. അടച്ചു വെച്ചിരിക്കുന്ന, അതായത് ദാനിയേലിന്റെ പുസ്തകം 12:8 മുതൽ 12 വരെയുള്ള വചനമുണ്ട്. ദാനിയേലേ, ഇതിന്റെ വഴിക്ക് പോകുക. ഈ വചനം അവസാന ദിനം വരെയും അടച്ച് മുദ്ര വെച്ചതാണ്. അതുകൊണ്ട് എല്ലാവർക്കും തുറന്നു കിട്ടത്തില്ല. ആണ് കൊളോസസ് 4:2 ദൈവം വചനത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും തുറന്ന് ഈ വചനം കിട്ടത്തില്ല. ചില വായിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്താ വചനം എന്ന് മനസ്സിലാകത്തില്ല. ചില വായിച്ചവർ മനസ്സിലാകുകയില്ല. തുറന്നു കിട്ടണം. ദൈവം തുറക്കണം. ആത്മാവാണ് തുറന്നു കൊടുക്കും. പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. എങ്കിലും തുറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബൈബിൾ ഇങ്ങനെ തുറന്നുകൊണ്ട് വായിച്ചൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഒരു മൂട്ടുപടമുണ്ട്. മൂട്ടുപടം, അതായത് 2 കൊരിന്തോസിന്റെ 3:13 മുതലുള്ള വചനം, 13 മുതൽ 13, 14, 15, അതായത് ഒരു മൂട്ടുപടം വീഴും. ഈ മൂട്ടുപടം വീണാൽ പിന്നെ നമുക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല. വായിച്ചാൽ മനസ്സിലാകത്തില്ല. ബൈബിൾ വായിക്കാൻ മനസ്സിലാകത്തില്ല. കുർബാനയിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. തിരുവോസ്തിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അച്ഛന്മാരെ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അപ്പനെ പോലും മനസ്സിലാകില്ല. അമ്മയെ മനസ്സിലാകില്ല. ഒരാൾ പരിശുദ്ധാത്മാവൊന്നും മനസ്സിലാകത്തില്ല. ഒന്നും കിട്ടുക. ഈ മൂടുപടം കിടക്കുന്നുണ്ട്. മദർ തെരേസയുടെ മൂടുപടം പോയപ്പോഴാണ് മദർ തെരേസ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുമ്പോൾ ഇത് എനിക്ക് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരിലും ഈശോയെ കാണാൻ പറ്റിയത് ആ മൂടുപടം പോയപ്പോഴാണ്.
ആ മൂടുപടം പോയപ്പോഴാ മറ്റുള്ളവര് ദൈവമുണ്ടെന്ന് അറിയുന്നത്. മറ്റുള്ള ആളുകൾ ആത്മാവുണ്ടെന്ന് അറിയുന്നത് ആ മൂടുപടം പോയപ്പോഴാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ആ മകൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാ ഈ മൂടുപടം പോയി. മൂടുപടം പോയപ്പോഴാ അയ്യോ, ഈ കാണുന്ന മുഴുവൻ ദൈവത്തിന്റെ മക്കളാണല്ലേ എന്നുള്ള കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. ഒരുപാട് വിജാതീയരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് വിജാതീയർ, ഒരുപക്ഷെ 99% വിജാതീയരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഏറ്റവും അത്ഭുതം വെച്ചാൽ ഈ വിജാതീയരുടെ ശുശ്രൂഷ ചെയ്ത മകള് ഒരിക്കൽ പോലും ക്രിസ്തുവിനെതിരെയോ ക്രിസ്തുവിനെ ചെറുതാക്കുന്നതുമായ യാതൊന്നും സംസാരിച്ചിട്ടില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവരെ പ്രീതിപ്പെടുത്താനോ അവരെ ആകർഷിക്കണോ അവരുടെ ആരുടെയും വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിട്ടിട്ടില്ല. എവിടെയെങ്കിലും പിക്ചർ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തിട്ട് പറയാൻ പറ്റും? 99% വിജാതിരുടെ ശുശ്രൂഷ ചെയ്തത്. കാരണം അവളുടെ മൂടുപടം പോയി. അപ്പൊ സത്യം അറിഞ്ഞു, യേശുവിനെ കണ്ടുമുട്ടി, ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തു ആരാന്നറിഞ്ഞു. ഫിലിപ്പി ലേഖനം 3:7-8-9 വചനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയേറിയതാകയാൽ